ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് യാദൃശ്ചികമായി ഒരാളെ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ എഴുത്തും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളിലുമൊക്കെ ഒരു പ്രത്യേകത തോന്നിയതുകൊണ്ട് ഇദ്ദേഹത്തെ ഇവിടെ നിർത്തി ചോദിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു യാത്ര? മനുഷ്യന് പ്രാഥമിക ആവശ്യം പ്രാണവായു പോലെ അത്യാവശ്യമാണ് ശൗചാലയങ്ങളുടെ ഉപയോഗം. അതിന് സൗകര്യം ഒരുക്കാതെയാണ് എല്ലാ സർക്കാരും ഇത് നടപ്പാക്കുന്നത്. എനിക്ക് വെള്ളം കുടിക്കാൻ പോലും പൈസ ഇല്ല. ദരിദ്രർക്കും പാവങ്ങൾക്കൊക്കെ വൃദ്ധർക്കും രോഗികൾക്കും അത്യാവശ്യമാണ് ശൗചാലയങ്ങൾ. അത് സൗജന്യമാക്കാതെ അതിന് 10 രൂപ 5 രൂപ 10 രൂപ കൊടുക്കുകയും ബസ് യാത്ര സൗജന്യമാണ്, ചികിത്സ സൗജന്യമാണ്, വിദ്യാഭ്യാസ സൗജന്യമാണ്, പാവപ്പെട്ടവർക്ക് അരി സൗജന്യമാണ്, വീട് സൗജന്യമാണ്. പക്ഷേ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ 5 രൂപ 10 രൂപ കൊടുക്കണം. ഈ അവസ്ഥ സഹിക്കാൻ വയ്യാതെ ഞാൻ 1988 മുതൽ ഇതിനെതിരെ പോരാടുകയാണ്. 2013 മുതൽ 17 വരെ 5 വർഷം ഞാനും എൻ്റെ ഭാര്യയും കൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പദയാത്ര നടത്തി. എല്ലാ 120 MLA വീട്ടിൽ പോയി ഒരു ഭീമഹർജി ഒപ്പിട്ടു. ശുദ്ധമായ കുടിവെള്ളവും ശുദ്ധമുള്ള ശൗചാലയങ്ങളും സൗജന്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നിവേദനം ഉണ്ടാക്കി. മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തു. കമ്മീഷൻ അത് ചീഫ് സെക്രട്ടറി കൊടുത്തു. ഇത് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സർക്കാർ ജൂൺ 15 സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കി. അപ്പോൾ വളരെ നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം. ഞാൻ പണ്ടേ ആവശ്യപ്പെടുന്ന പൊതുഗതാഗത സൗജന്യം ഞാൻ പണ്ടുപോലെ ആവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ജൂൺ 15 യാത്ര സൗജന്യമാക്കാമെന്ന് പോലെ ഞാൻ സെക്രട്ടറിന് മുന്നിൽ ഈ ആവശ്യം ഉന്നയിച്ച് ധർണയായിരുന്നു. അത് ബഡ്ജറ്റിലും ഇത് സൂചനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജൂൺ 30 അത് അവസാനിപ്പിച്ചിട്ട് ജൂലൈ 1 കാസർഗോഡ് വന്ന് പദയാത്ര നടക്കുകയാണ്. പൊതു ശൗചാലയങ്ങൾ വ്യാപിപ്പിക്കണമെന്നും ശൗചാലയങ്ങളിൽ നിന്ന് പണം പിരിക്കാൻ പാടില്ല. ശുദ്ധമായ ശൗചാലയങ്ങൾ ശുചിത്വം വേണം. അതിന് മാന്യമായ ശമ്പളം കൊടുത്ത് കൃത്യമായി പണി ചെയ്യിച്ച് സ്റ്റാഫിനെ വയ്ക്കണം. സർക്കാരിന് പൈസയുണ്ട്, പഞ്ചായത്തിന് പൈസയുണ്ട്. ഇത് ഗതാഗതത്തിന് വേണ്ടി സൗജന്യ യാത്രയ്ക്ക് വേണ്ടി കോടികൾ ചെലവാക്കുന്നുണ്ട്. ഇത്രയും ശൗചാലയങ്ങൾ നിർമ്മിച്ച് അവിടെ ആൾക്കാരെ വയ്ക്കുകയാണെങ്കിൽ അവർക്ക് ഇത്രയും പേർക്ക് ജോലിയാവും, അത്രയും കുടുംബം രക്ഷപ്പെടും. ഇപ്പം കുറേ പേർ തൊഴിൽ നഷ്ടപ്പെടും. പ്രൈവറ്റ് ബസ് ഓടാത്തപ്പം കുറേ പേർ തൊഴിൽ നഷ്ടപ്പെടും. അതിന് പരിഹാരമായിട്ട് ഈ ശൗചാലയങ്ങളിൽ ആളെന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. കുറേ 1000 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റും. മാന്യമായ ശമ്പളം കൊടുത്താൽ കൃത്യമായി ജോലി ചെയ്താൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കാണ് ഈ ഒരു യാത്ര. സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ട് മുഖ്യമന്ത്രിനെ കാണാനാണോ? ഞാൻ കാണില്ല. കാരണം എൻ്റെ ആവശ്യമല്ല. അവരെയൊക്കെ കണ്ടത്, അവരൊക്കെ ഒപ്പിട്ടതാണിത്. VD സതീശനും കെ മുരളീധരനും റോജി എം ജോണും അവരെ തിരുവനന്തപുരത്തിനൊക്കെ ഒപ്പിട്ട കാര്യമാണ്. ഇത് അംഗീകരിച്ച കാര്യമോ? 7-8 വർഷം മുതൽ 9-10 വർഷം മുമ്പ് അവർ അംഗീകരിച്ച കാര്യമാണ്. ഇത് മാധ്യമങ്ങളോട് അവരെ ശ്രദ്ധയപ്പെടണം. ഞാൻ അവരെ കാണില്ല ഇനി ഒരിക്കലും. എപ്പോഴാണ് യാത്ര തുടങ്ങിയത്? ജൂലൈ 1 രാവിലെ കൃഷ്ണൻ കാനായാണ് ഉദ്ഘാടനം ചെയ്തത് കണ്ണൂരുള്ള. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്തായിട്ടാണോ? അതെ. ഇത് ഓഗസ്റ്റ് 15 വരെ യാത്ര തുടരും. ഒരു കാല് പൊട്ടിക്കൊണ്ട് നാളെ യാത്ര ഉണ്ടാവില്ല. കാല് പൊട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ഇവിടെ നാളെ വിശ്രമിച്ചിട്ട് മറ്റന്നാൾ ഇവിടുന്ന് തന്നെ തുടരും. വടകരയെന്ന് ഇങ്ങോട്ട് മറ്റന്നാൾ തുടരും. പിന്തുണയുണ്ടോ ആളുകളുടെ? ആയിരക്കണക്കിന് ആൾക്കാർ ദിവസം ഒരിക്കലും കണ്ടില്ലാത്ത, ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത 100 കണക്കിന് ആൾക്കാർ ഷേക്ക് ചെയ്യുകയും സെൽഫി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ അറിയുന്നുണ്ട്. ഒരുപാട് പ്രാദേശിക പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടാവും. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഞാൻ കടന്നു പോരെയാണ്. ഒരുപാട് പത്രങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. എവിടെയാണ് അപ്പോൾ താമസിക്കുന്ന ഓരോ ദിവസവും? ഇപ്പോൾ 2 ദിവസം കൊണ്ട് റൂം എടുത്താണ് താമസിക്കുന്നത്. സാധാരണ ബസ് സ്റ്റാൻഡിലും വായനശാലയിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടക്കുന്നത്. പിന്നെ കൂട്ടുകാരുടെ വീട്ടിലും പോകും. എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? കാലടി യൂണിവേഴ്സിറ്റിയിലെ ഓഫീസ് സ്റ്റാഫായിരുന്നു. 29 വർഷം ജോലി ചെയ്തു. 3 വർഷം മുമ്പ് റിട്ടയർഡായി. ഒരുപാട് സ്ഥാപനങ്ങൾ ഒക്കെ നടത്തുന്നുണ്ടോ? ഒരു ബന്ധിത ജീവിതാനന്ദ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആർക്കും എത്ര കാലം വന്ന് താമസിക്കാവുന്ന ഒരിടം. 30 പേർക്ക് താമസിക്കാനുള്ള ഇടമുണ്ട്. ഇപ്പോൾ അവിടെ 10-12 വരെ ഉള്ളൂ. അവർക്ക് അവിടെ ഉള്ളത് കഴിച്ച് ഒരു സാമൂഹ്യ പ്രവർത്തന ഉദ്ദേശം ഒരു കൂട്ടുജീവന കേന്ദ്രം അതുണ്ട്. പിന്നെ ഒരു ആളില്ലാക്കടയുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓപ്പൺ ലൈബ്രറി ഉണ്ട്. പിന്നെ സ്വയംവരം നിർമ്മിക്കുന്നുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഒരു കൂടി ചേരല്. അപ്പോൾ പേര് ഭൂമിക്കാരൻ JP. ആ പേരിലൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് ചോദിച്ചത്. പേര് പറഞ്ഞേ നമ്മൾ ഇന്ത്യക്കാർ ഭാരത മാതാവ് എന്ന വാക്യമല്ല, ഭൂമിയാണ് മാതാവ്, ഭൂമിക്കാരൻ. ആ വിശ്വപൗരത്വമാണ് ഉദ്ദേശിക്കുന്നത്. ജയപ്രകാശിന് ചുരുക്കമാണ് അത്. അപ്പോൾ ഈ ഭൂമിക്കാരൻ JP എന്നാണ് അറിയപ്പെടുന്നത്. അതെ. ഈ ഒരു യാത്ര തിരുവനന്തപുരത്തെത്തി ഈ ഒരു ഇത് സഫലമാകുന്നത് വരെ പോരാട്ടം തരിലുണ്ടാവും. അതൊരു തരിലുണ്ടാവും. ഇനി നിവർത്തിയില്ല വന്നാൽ ഇപ്പം പൊതു താല്പര്യം അടുത്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വേണ്ടത് കോടതി സമീപിക്കുന്നതായിരുന്നത് അത് കൊടുത്താൽ അവസാനിപ്പിക്കാമാണ് തൽക്കാലം.
എന്തു തന്നെയാലും യാദൃശ്ചികമായി പരിചയപ്പെട്ടതാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പൊതു ശൗചാലയങ്ങളിൽ സൗജന്യമായി ഉപയോഗിക്കാനുള്ള അനുമതി നൽകുക എന്നതാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഈ ഒരു യാത്രയ്ക്കായി കാൽനടയായി കാസർഗോഡ് നിന്ന് വരികയാണ്, തിരുവനന്തപുരത്തേക്ക് എത്തിയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് യാത്ര വിജയകരമായി എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.